പാലക്കാട് താമസം തുടങ്ങിയിട്ട് 40 വർഷമായെങ്കിലും തൃശ്ശൂർ പൂരം കാണുന്നതിനുള്ള സൗഭാഗ്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല. പൂരത്തിൻ്റെ വർണ്ണാഭമായ ആനച്ചമയം ഒന്ന് കാണണം എന്നാഗ്രഹം കലശലായി വന്നു. ഇന്ന് അതിനുള്ള സൗഭാഗ്യമുണ്ടായി. എന്തൊരു ഭംഗിയാണ്! അങ്ങനെ പറഞ്ഞാൽ പോരാ, 7 അഴക് എന്ന് പറഞ്ഞാലും പോരാ. വർണ്ണാഭമായ അങ്ങനൊന്നും പറഞ്ഞാൽ അതിനെ വർണ്ണിക്കാൻ സാധിക്കില്ല. ഈ വീഡിയോയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ വകയായിട്ടുള്ള ആനച്ചമയത്തിൻ്റെ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ അവിടെ അലങ്കരിച്ച് നിർത്തുന്ന ഗജവീരന്മാരെ കുളിപ്പിച്ച് പൊട്ടുതൊട്ട് അവരെ തയ്യാറാക്കുന്ന ഒരു ഭാഗം. മൂന്നാമത് അടുത്ത അമ്പലമായ തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ ആനച്ചമയമാണ്. ഇങ്ങനെ 3 ഭാഗം ഇതിലുണ്ട്. ആദ്യ ഭാഗം പാറമേക്കാവിൻ്റെ ആനച്ചമയം, അതിനുശേഷം ആനയുടെ കുളിയും മറ്റ് കാര്യങ്ങളും, അതിനുശേഷം തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ ആനച്ചമയം. ഈ തരത്തിലാണ് ഈ വീഡിയോ അലങ്കരിച്ചിട്ടുള്ളത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ആനച്ചമയം കാണുമ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് പാറമേക്കാവ് ആനച്ചമയമാണ് കേമം എന്നാണ്. പക്ഷേ തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ ആനച്ചമയം കണ്ടപ്പോൾ ആ അഭിപ്രായം മാറി. അതാണോ കേമം എന്നെനിക്ക് തോന്നി. ഒന്നിനൊന്ന് മെച്ചമാണ്. രണ്ടും കട്ടയ്ക്ക് പിടിച്ച് മത്സരത്തോടുകൂടി അലങ്കരിച്ച് ഒരുക്കിയിരിക്കുന്ന അതിശയകരമായ ഒരു ഉഗ്രൻ ആനച്ചമയമാണ്. എന്തൊരു കരവിരുതാണ്! എന്തൊരു കലാകാരന്മാരുടെ അക്ഷീണമായ പരിശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് അതിശയത്തോടുകൂടി മാത്രമേ നമുക്ക് ഇത് കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു പ്രാവശ്യമെങ്കിലും ഇത് കണ്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് ഇന്നെനിക്ക് മനസ്സിലായി. ഇത് പാറമേക്കാവ് ദേവീക്ഷേത്രമാണ്. അത് അവരെ അലങ്കരിച്ച് ഒരു മോഡൽ പോലെ അവിടെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോരോ കുടകൾ, വർണ്ണാഭമായിട്ടുള്ള പലതരം കുടകൾ അവിടെ അടുക്കി വെച്ചിരിക്കുകയാണ്. അതൊന്നും കേടുവരുത്താതിരിക്കാൻ വേണ്ടി വലിയ പ്രൊട്ടക്ഷൻ അവിടെയുണ്ട്. പോലീസുകാരും സ്കൗട്ടും ഗൈഡും തുടങ്ങി അതിൻ്റെ അറേഞ്ച് ചെയ്തിട്ടുള്ള അതിൻ്റെ ഉടമസ്ഥന്മാരുമെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി നമ്മളാരും അത് കേടുവരുത്താതിരിക്കാൻ വേണ്ടി അവരവിടെ കാവൽ നിൽക്കുകയാണ് എന്നാണ്. ആനയെ തിടമ്പേറ്റിക്കഴിഞ്ഞാൽ അലങ്കരിച്ച് വെക്കുന്ന വസ്തുക്കളാണ് ഇതെല്ലാം. ഇതിൻ്റെ പേരെന്തൊക്കെയാണ് എന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരാരും എനിക്ക് പറഞ്ഞു തന്നില്ല. എന്തോ പേര് പറഞ്ഞു, അതാണോ എന്നെനിക്ക് ഉറപ്പില്ല. വളരെ ഭംഗിയുള്ള ഗംഭീരമായിട്ടുള്ള അലങ്കാര വസ്തുക്കളാണ് ഈ കാണുന്നതെല്ലാം. വിശ്വവിഖ്യാതമായ തൃശ്ശൂർ പൂരത്തിന് ഒരുക്കങ്ങൾ അങ്ങനെ പൂർത്തിയായി. പൂരം നാളെ. പൂരത്തിൻ്റെ വരവ് അറിയിച്ചുള്ള ചടങ്ങുകൾക്ക് ഇന്നലെ തുടക്കമായി. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ ആനച്ചമയ പ്രദർശനം ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. സാമ്പിൾ വെടിക്കെട്ടും ഇന്നലെ രാത്രി നടന്നു. 10,000-ങ്ങളാണ് സാമ്പിൾ വെടിക്കെട്ട് കാണാൻ ആ പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തിയത്. നാളെ രാവിലെ തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകൾ തുടക്കമാകും. 30 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരച്ചടങ്ങുകൾ മറ്റന്നാൾ ഉച്ചയോടുകൂടി സമാപിക്കും. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ വടക്കുംനാഥന് മുന്നിൽ ഉപചാരം ചൊല്ലി പിരിയുന്നതോടെയാണ് പൂരച്ചടങ്ങുകൾ സമാപനമാവുക. പാറമേക്കാവ് അഗ്രശാലയിലും തിരുവമ്പാടി കൗസ്തുഭം ഓഡിറ്റോറിയത്തിലും ഇന്നലെ ചമയപ്രദർശനം ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈകിട്ട് 7 മണിയോടെയാണ് സാമ്പിൾ വെടിക്കെട്ട് ഇന്നലെ തുടക്കമിട്ടത്. തിരുവമ്പാടി വിഭാഗമാണ് ആദ്യം തിരികൊളുത്തിയത്. പിന്നീട് പാറമേക്കാവ് വിഭാഗവും തിരികൊളുത്തി. ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്ന സമയത്ത് അതിൻ്റെ ഡ്രൈവർ പറഞ്ഞു, ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിനേക്കാളും ഗംഭീരമായിട്ടുള്ളത് ഇത് വളരെ കുറച്ച് സമയത്തേക്കിനേ ഉള്ളൂ. വെടിക്കെട്ട് കാണണമെങ്കിൽ നെന്മാറ വല്ലങ്കി വേല കാണണം, അതാണ് വെടിക്കെട്ട്. ഇത് ആനച്ചമയവും മറ്റ് അലങ്കാരങ്ങളും കൊണ്ട് ഗംഗേമമാണ്. നമ്മളെപ്പോലുള്ള നാട്ടുവാസികൾക്ക് ഇതൊരു പക്ഷേ അത്ര കൗതുകകരമായി തോന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ധാരാളം വിദേശികൾ അവിടേക്ക് ഒഴുകിയെത്തും നാളെ എന്നാണ് ആ ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞത്. ഞങ്ങളെ കൊണ്ടുപോകുന്ന ആ സ്ഥലത്തൊന്നും വണ്ടി നാളെ ഉണ്ടാവില്ല. അതെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നടന്നു വേണം ഈ പൂരക്കാഴ്ചകൾ കാണേണ്ടത് എന്നാണ് ആ ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞത്. കുറ്റൂർ
നെയ്തലക്കാവ് ഭഗവതി വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരനട തുറന്ന് പൂരവിളംബരം നടത്തും. എറണാകുളം ശിവകുമാർ ഭഗവതിയുടെ തിടമ്പേറ്റും. നാളെ രാവിലെ കണിമംഗലം ശാസ്താവാണ് ആദ്യം വടക്കുംനാഥന് മുന്നിലെത്തുക. രാവിലെ 7 മണിയോടെ കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പ് വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തും. തുടർന്ന് മറ്റ് ഘടകപൂരങ്ങളും ഓരോന്നോരോന്നായി എത്തും. രാവിലെ തിരുവമ്പാടിയുടെ മഠത്തിലേക്കുള്ള പുറപ്പാട് 7 മണിയോടെ ആരംഭിക്കും. 11 മണിയോടെ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം തുടങ്ങും. ഉച്ചയ്ക്ക് 12-നാണ് പാറമേക്കാവിൻ്റെ പൂരം പുറപ്പെടുക. 2 മണിക്ക് ഇലഞ്ഞിത്തറമേളം ആരംഭിക്കും. വൈകിട്ട് 5 മണിയോടെ തെക്കേ ഗോപുരനടയിൽ കുടമാറ്റവും നടക്കും. ആനകളെ കുളിപ്പിച്ച് അവരെ അണിയിച്ചൊരുക്കി അവർക്ക് മൃഷ്ടാന്നം ഭക്ഷണവുമെല്ലാം കൊടുത്ത് സന്തോഷിപ്പിച്ച് പൂരത്തിനു വേണ്ടി അവരെ പാപ്പാന്മാർ തയ്യാറാക്കുന്നു ഈ പന്തലിൽ. അത് കാണാൻ വേണ്ടി തദ്ദേശവാസികളും വിദേശത്തു നിന്നും മറ്റു ജില്ലകളിൽ നിന്നുമുള്ള ധാരാളം ആളുകൾ ഈ പ്രദേശത്തേക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ആ വന്ന ആളുകളെ ഒന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണമെല്ലാം ആസ്വദിച്ച് കഴിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആനക്കുട്ടന്മാർ ഭക്ഷണമെല്ലാം കഴിച്ച് പൂരത്തിന് വേണ്ടി തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മനോഹാരിത. ഇത് തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ ആനച്ചമയം ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്ത് രസമാണ്! കുടയും വെഞ്ചാമരവും ആലവട്ടവും നെറ്റിപ്പട്ടവുമൊക്കെ എത്ര ചാരുതയോടുകൂടി കലാപരമായിട്ട് അത് തയ്യാറാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ ഡിസ്പ്ലേ പാറമേക്കാവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഭഗവതി ഭഗവാന്മാരുടെ അർദ്ധനാരീശ്വരന്മാരുടെ ആ ചിത്രങ്ങൾ പ്രത്യേകം അവർ തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ ആനച്ചമയത്തിൻ്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്ന ഒരു ദൃശ്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ പാറമേക്കാവിലെയാണോ തിരുവമ്പാടിയിലെയാണോ ആനച്ചമയം കേമം അല്ലെങ്കിൽ ഒന്നാമത് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ തോന്നും പാറമേക്കാവിൻ്റേതാണെന്ന്, ചിലപ്പോൾ തോന്നും തിരുവമ്പാടിയുടേതാണെന്ന്. രണ്ടും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്, ഒന്നിനൊന്ന് കേമം തന്നെയാണ്. വ്യത്യസ്തമായ വൈവിധ്യമാർന്ന ചമയങ്ങൾ ആണ് അവർ രണ്ടു കൂട്ടരും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഡിസിപ്ലിൻഡായിട്ട് അറേഞ്ച് ചെയ്യുന്ന കാര്യത്തിലും അവർ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ സംസ്കാരത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ മഹിമ വിളിച്ചോതുന്ന ഒരു വർണ്ണാഭമായ കാഴ്ചയാണ് എനിക്കിന്ന് അവിടെ കാണാൻ സാധിച്ചത്. നമുക്കെല്ലാവർക്കും ഈ ഒരു അത്ഭുത കാഴ്ച കാണാൻ അവസരമുണ്ടാകട്ടെ. ഭഗവാൻ അതിനുള്ള ഭാഗ്യം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.